ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വെള്ളപ്പത്തിനും ഇഡ്ഡലിക്കൊക്കെ എങ്ങനെ അപ്പസോഡ ചേർക്കാതെ അരിമാവ് അരച്ചെടുത്ത് നല്ല പൊങ്ങി വരുന്ന രീതിയിൽ വെക്കാൻ കേട്ടോ. ഇതിന് എടുത്തിട്ടുള്ളത് 3 കപ്പ് പച്ചരിയാണ് കേട്ടോ. റേഷൻ കടയിൽ നിന്ന് വെച്ച പച്ചരിയാണ്. 3 ദിവസത്തിനാണ് ഞാനിത് കൂട്ടി വെക്കുന്നത്. പിന്നെ അതിന് ഞാൻ 1/2 ഗ്ലാസ്സിനും താഴെയാണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ അപ്പസോഡ ഒന്നും ചേർക്കണില്ല. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഇതൊരു 5-6 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 കപ്പ് അരിക്ക് ഒരു 1/2 കപ്പിൻ്റെ മേലെ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർക്കണില്ല, സോഡ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി കഴുകിയ വെള്ളം തന്നെയാണ് ഞാൻ അരി കഴുകിയിട്ട് നമ്മൾ ഒഴിച്ച് വെക്കണ വെള്ളം ഉണ്ടല്ലോ കുതിരാൻ വേണ്ടിയിട്ട്, അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ്. നന്നായി അരച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഞാനതൊരു 3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ പൊങ്ങി കിട്ടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജാറ് കഴുകിയിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നെക്സ്റ്റായിട്ട് വേണ്ടത് 4 മിനിറ്റെങ്കിലും നല്ലപോലെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിങ്ങനെ കൈ കൊണ്ട് ഇളക്കി, ചിലർ കൈയിട്ടിട്ട് ഇളക്കിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. കയ്യിൽ വെച്ച് നന്നായി ഇളക്കിയാൽ നന്നായി പൊങ്ങി കിട്ടും. ഇത് അപ്പസോഡ ഒന്നും ചേർക്കാത്ത നന്നായി പൊങ്ങി വരും. ഇതിന് 8 മണിക്കൂർ മൂടി വെക്കാൻ. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. 8 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയാൽ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. മാവൊക്കെ അടിപൊളിയായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 3 രീതിയിൽ ചുട്ടെടുക്കാം. അതുപോലെ കുറച്ചെടുത്തിട്ടൊന്ന് അധികം പരത്താതെ ചെറിയ ദോശയായിട്ട് ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ദോശയായിട്ട് കിട്ടും കേട്ടോ. അടുത്തത് കുറച്ച് നമ്മൾ വെള്ളപ്പം എന്നൊക്കെ പറയൂലേ, ആ രീതിയിലുള്ളത് ഇനി അടുത്തത് നമുക്ക് ചുടാനുണ്ട്. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കും. മറ്റത് കുഞ്ഞപ്പം എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പരത്തി കൊടുക്കുമല്ലോ. പരത്തി കൊടുക്കാതെ ചുടുന്ന ദോശയാണ് കുഞ്ഞപ്പം എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാ വെള്ളപ്പം ചുട്ടത്. ഞാൻ മസാല ദോശക്കുള്ള ഇതാണ് ചുടുന്നത്. എൻ്റെ മേലെ നമുക്ക് മസാല വെച്ച് കൊടുത്താൽ മതി. മസാല വെക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. ഈ മാവന് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.